ഹലോ ഹായ്. അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് കണ്ടാലോ. രാവിലെ അങ്ങോട്ട് നീച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വീട്ടമ്മമാർക്കും നമ്മൾ പെരയിൽ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ പണി. രാവിലത്തെ ചായയും കടി ഉണ്ടാക്കലും ചോറുണ്ടാക്കലും വെച്ചുണ്ടാക്കലും എന്ന് പറഞ്ഞ മാതിരിക്ക്. അപ്പോൾ അതാ രാവിലെ ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പം നമ്മളെ ഹിസുട്ടിക്കും മദ്രസക്ക് പോകുമ്പോഴത്തേനും ഇതാ ചായയും കടിയൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി വെക്കട്ടെ. ചായയും കടിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഞമ്മക്കിപ്പം ഹിസുട്ടിനെ വിളിച്ച് ഉണർത്തി നീപ്പിച്ച് മാറ്റി പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് മദ്രസക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാൻ. അപ്പം നമ്മൾ വെച്ചീന് അടുപ്പത്തെ വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് തിളച്ച് വരൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. എല്ലാവരും എങ്ങനെ ഉണ്ടാക്കലൊന്നും ഞമ്മക്കറിയില്ല. നമ്മൾ ഉണ്ടാക്കൽ ഇങ്ങനെയാണ് കേട്ടോ. നൂൽപുട്ടിക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് പൊടിയാണ് ഇട്ട് കൊടുത്താണ് പിന്നെ അത് ഓഫാക്കിയിടുക. എന്നിട്ടാണ് വാട്ടിക്കൊഴിച്ചങ്ങോട്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് സേവനായിക്കണ്ട് ഇട്ട് കൊടുത്താണ് അങ്ങനെ നൂൽപുട്ടാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്കാണ്ട് വെച്ചാണ് വേവിച്ചെടുക്കുക. അത്ര തന്നെയാണ് ഞങ്ങളെ നൂൽപുട്ടുണ്ടാക്കൽ. എല്ലാവരും എങ്ങനെയൊക്കെ ഉണ്ടാക്കലൊന്നും ഞമ്മക്കറിയില്ല. നമ്മളാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ആ വെള്ളമൊക്കെ അവിടെ തിളച്ച് വരൽ തുടങ്ങിയിരിക്കണേ. ഇപ്പം അതിന് കുറച്ച് വെള്ളം ഒന്ന് മുക്കിയാണ് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. എന്നിട്ട് വേണം മറ്റേ വെള്ളം ഏറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നൂൽപുട്ട് പിന്നെ ഒന്നിനും പറ്റില്ല. വെള്ളം പീത്തിക്കോടെ നിൽക്കും. ചെമ്പട്ടിയിൽ വെച്ച വെള്ളത്തിൽ 2 തള്ളക്കേല് വെള്ളം നമ്മളങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതാ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ് പിന്നെ തത്തിയിട്ട് അങ്ങോട്ട് ഓഫാക്കിയിടാണ് കേട്ടോ. എന്നിട്ട് വേണം നമുക്കത് അങ്ങോട്ട് വാട്ടിയിട്ട് എടുക്കാൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നമ്മൾ നൂൽപുട്ടിന് അങ്ങോട്ട് വാട്ടിയെടുക്കല്. അപ്പം എല്ലാവരും എങ്ങനെയൊക്കെ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് അങ്ങോട്ട് പറയാൻ കേട്ടോ. പലരും പല വിധത്തിലേക്ക് അറിയില്ല ഉണ്ടാക്കുക. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വാട്ടിക്കൊഴിച്ച് അങ്ങോട്ട് എടുക്കല്. നല്ലോണം നന്നാവും ഞങ്ങളെ ഇങ്ങനെ നൂൽപുട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ചിലവർ പറയും നൂൽപുട്ട് എത്ര ഉണ്ടാക്കിയാലും നന്നാവില്ല. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. ഇനിയിപ്പോൾ ആ പൊടി വാട്ടി വെച്ചതൊന്നും അങ്ങോട്ട് ചൂടാറട്ടെ. കടലക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താളിതാ നമുക്ക് കടലക്കറി അടുപ്പത്ത് വെക്കലട്ടോ. അപ്പോൾ തക്കാളി ഞാനാണ്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പെരിഞ്ചീരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ് പാർന്ന് കൊടുത്താണ്. പിന്നെ ഇതാ നമുക്കാണ് കുക്കറാണ് മൂടി വെച്ചാണ് ഇതാ നമുക്ക് അടുപ്പത്തേക്കാണ് വെക്കുക. അപ്പോൾ ഞാൻ കരണ്ടടുപ്പമ്മലാണ് കേട്ടോ കൊണ്ടുപോയി വെക്കണത്. ഈ കുക്കറ് ഗ്യാസുമ്മൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്യാസ് ഇറക്കണ ഒരു പണി തന്നെ ഉണ്ടാവുള്ളൂ. രാവിലെയൊക്കെ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ തകൃതിയായിട്ട് ഗ്യാസുമ്പോൾ തന്നെ നമ്മൾ പണിയെടുക്കൽ. അടുപ്പത്തേക്കൊന്നും ഇന്നത്തെ കാലത്തൊന്നും ഏതൊരു പെണ്ണുങ്ങളും വല്ലാതൊന്നും മണ്ടി ചെല്ലില്ല. ആക്കും പോലെ ഇങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ ഉണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇതാ ഗ്യാസുമേൽ കുക്കർമേലോ അല്ലെങ്കിൽ റൈസ് കുക്കർമേലൊക്കെ പെട്ടെന്നാണ് ഉണ്ടാക്കും. എല്ലാത്തിനും ഇപ്പം ഓരോ സജ്ജീകരണങ്ങളല്ലേ. അപ്പം എല്ലാവർക്കും എല്ലാ പണിയെടുക്കാനും മടിയായി തുടങ്ങുകയും ചെയ്തില്ല ഒരു കാലമാണല്ലോ ഇപ്പം. പിന്നെ വയസ്സായ അമ്മമാരും പാപ്പന്മാരൊക്കെ പേരുണ്ടെങ്കിൽ ഓൾക്ക് പിന്നെ തിളപ്പിച്ചൂറ്റിയ ചോറ് തന്നെ മാടി വരും. നമുക്ക് പിന്നെ ആ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളും ചിലപ്പോൾ കുക്കർമേലും റൈസ് കുക്കർമേലും ചിലപ്പോൾ അടുപ്പത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളും അങ്ങോട്ട് ഉണ്ടാക്കൽ. അങ്ങനെ തന്നെ നമ്മൾ വാട്ടിയെടുത്തതിൻ്റെ പൊടിയൊക്കെ അങ്ങോട്ട് ചൂടാറിയതാ നമുക്ക് പിന്നെ അതൊക്കെ കുഴച്ചെടുത്താളതാ നമുക്ക് നൂൽപുട്ടാക്കി ഇങ്ങനെ എടുക്കണ്ടേ. അപ്പോൾ ഇതാ കുറച്ച് ഓയിലൊക്കെ നമ്മൾ കൈമലൊക്കെ ഉണ്ടാക്കി കൊടുത്താളതാ നമ്മളിങ്ങനെ കുഴച്ച് വെച്ച മാവുമെന്ന കുറച്ച് ഉണ്ട അങ്ങോട്ട് എടുത്താണതാ നമ്മൾ സേവനായിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താണ്. ഇങ്ങനെ നമുക്കിങ്ങനെ നൂൽപുട്ട് രൂപത്തിനെങ്കിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലായിട്ടുണ്ടെങ്കിൽ 2-3-4 പാത്രം ഉണ്ടാവില്ല. ചിലർക്ക് 4 ഉണ്ടാവില്ലേ. നമ്മളിത് 3 പാത്രമുള്ളൂ. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കേണ്ടത്. ചിലർക്ക് 4-5 ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒറ്റ വട്ടം കൊണ്ട് തന്നെ അതങ്ങോട്ട് കഴിഞ്ഞിട്ടും ചെയ്യും. നമ്മളേതായാലും പാത്രത്തേക്ക് നൂൽപുട്ടാക്കി കൊടുക്കുന്നതിന് മുന്നേ തന്നെ അതാ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമാക്കി കാണുന്നതാ നമ്മൾ ഗ്യാസ് മക്കാണ് വെച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊക്കെ ആയി വരുമ്പോഴത്തേനും അതങ്ങനെ തളിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എളുപ്പം അങ്ങോട്ട് ആയി കിട്ടുമല്ലോ നൂൽപുട്ടിനുള്ള മാവ് വാട്ടി കുഴക്കൽ റെഡി ആവണം. അല്ലെങ്കിൽ ആ മാവ് എങ്ങനെയെങ്കിലൊക്കെ റെഡി ആയി കിട്ടണം. ഇന്നെങ്കിലേ ഇതേപോലെ നമുക്ക് നൂൽപുട്ടായി അങ്ങോട്ട് പോരുള്ളൂ. അല്ലാതെ എത്ര അമർത്തിയിട്ടും കാര്യം ഉണ്ടാവില്ല. ഇന്നങ്ങോട്ട് പോരൂല. ആദ്യം നൂൽപുട്ട് ഇതേപോലെ തിരിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ അങ്ങോട്ട് കൊഴിഞ്ഞാടിയിട്ടില്ലെങ്കിൽ അന്നത്തെ രാവിലെ കണക്കായും ചെയ്ത് മക്കളെ. നമ്മളും ഇതേപോലെ ഉണ്ടാക്കുന്ന കാലത്ത് തുടക്കത്തിലൊക്കെ ഇതേപോലെ 1-2 പെട്ടാണ് നമ്മൾ ആകെ അബദ്ധത്തിലായതാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെയൊക്കെ നല്ല വാട്ടിക്കാണ്ട് കൊഴിച്ചാണ്ട് അങ്ങോട്ട് ചുട്ട് വയ്ക്കുകയാണ് നല്ല മട്ടം പോലെ നമുക്ക് നൂൽപുട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ നൂൽപുട്ടൊക്കെ നല്ല മട്ടം പോലെ അങ്ങോട്ട് ആക്കിയെടുത്തതാണ് നമ്മൾ ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ച് കൊടുക്കാൻ. അവിടെ ആവിയിൽ കടന്നാണ് വെന്തോളിഞ്ഞിപ്പോൾ ഒരു വട്ടം കൂടി ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ കരണ്ടടുപ്പം വെച്ചിട്ട് കടലക്കറിക്കാട് വിസിൽ വന്നാണ് 2-3 വിസിൽ അടിച്ചിട്ടുണ്ട്. നല്ല വേവുള്ള പട്ടാണിക്കടലായതുകൊണ്ട് കുറച്ച് വേവന ഉണ്ടാവും. 2-3-4 വിസിൽ തന്നെ അടിച്ചിട്ടും ഇന്നാലേ അത് വേവുള്ളൂ. അപ്പോൾ അതൊക്കെ വിസിലടിച്ച് അവിടെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കടലക്കറി വേവിച്ച് വെച്ചിട്ടില്ല. അതൊക്കെ ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടി ചട്ടിക്ക് എണ്ണ വെച്ച് കൊടുത്താണ്. ഉള്ളിയും വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ ഇട്ട് കൊടുത്താണ്. നമ്മളൊന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുത്താണ്. പിന്നെ ഇതാ നമ്മൾ ആ കടലക്കറി ഇതിക്കാണ്ട് ഒഴിച്ച് കൊടുത്താണെന്നാണ് അവിടെ മൂടി വെച്ചിട്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ നൂൽപുട്ടും മുടായി കിട്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മളെ ഹിസുട്ടിനെ വിളിച്ച് ഒണത്തി മാറ്റി ഒരുക്കി റെഡിയാക്കിയാണ് മദ്രസക്കാണ് പറഞ്ഞേക്കണം. ഒക്കെ ചായക്ക് കൊടുത്താണ്ട് അങ്ങനെ കാക്കും ഹിസുട്ടും കൂടി മദ്രസക്കാണ് പോകാൻ കേട്ടോ. കാക്കഞ്ഞിപ്പോൾ ഏതായാലും അവിടെ നിന്ന് ഓളം മദ്രസക്കാണ്ടാക്കി കൊടുത്താണ് പിന്നെ അങ്ങാടിക്കാണ് പോവുകയും ചെയ്യും. അപ്പോൾ തന്നെ ഇതാ മീൻകാരൻ വന്നപ്പോൾ നമ്മളിതാ കുറച്ച് മത്തി അങ്ങോട്ട് വാങ്ങുകയും ചെയ്ത് ഇനിയിപ്പോൾ ഇത് മുറിച്ചാണ് ചോറുക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇനി കുറച്ച് പൊരിച്ചും ചെയ്യുക, കുറച്ച് കറിയൊക്കെ വെക്കും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നമ്മൾ ഇത്ര തന്നെയാണ് കേട്ടോ മക്കളെ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.